കാലം കണ്ട മഹാൻ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വറക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നൂറ്റാണ്ട് മുന്നേ, ഇന്നലെയല്ല 10 കൊല്ലമോ 50 കൊല്ലമോ മുന്നെയല്ല, ഒരു നൂറ്റാണ്ട് മുന്നേ മഹാനരായ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലായി കാലം കണ്ട വലിയവരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ പിന്നെ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ബിദ്അത്തിനെതിരെ പടപൊരുതാൻ, ഇവിടെയുള്ള യുക്തിവാദികൾക്കെതിരെ പടപൊരുതാൻ, കള്ളത്തരീക്കത്തുകാർക്കെതിരെ പടപൊരുതാൻ, കള്ളപ്രവാചകത്വവാദികൾക്കെതിരെ പടപൊരുതാൻ, ലലാലത്തിനെതിരെ പടപൊരുതാൻ, അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ മഹാന്മാരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിലായി ഒരു നൂറ്റാണ്ട് മുന്നേ, കൃത്യം പറഞ്ഞാൽ 1926 ജൂൺ മാസം 25, 26 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ സത്യപ്രസ്ഥാനം. അതൊരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. മുസ്തഫായ നബി തങ്ങളുടെ ഇശാറത്തോടും ബിശാറത്തോടും കൂടിയിട്ടാണ് മഹാന്മാരായ ആലിമീങ്ങൾ ആ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ട് നിസ്തുല്യമായ സ്തുത്യർഹമായ ഒരുപാട് സേവനങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ മുമ്പിൽ കാഴ്ചവെച്ചിട്ട് ഇന്നും അതാ നല്ല പ്രസരിപ്പോട്, ഒരു യൗവനത്തിന്റെ തുടിപ്പോട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സമസ്ത അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്, മുന്നോട്ട് ഗമിക്കുകയാണ്. സമസ്തക്കൊരു പോരലും പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ സമസ്തക്കൊരു പോരല് പറ്റുകയുമില്ല. കാരണം അന്ന് സമസ്ത രൂപീകരിച്ചിട്ട് അതിന്റെ സമാപന നേരത്ത് 40 മഹാന്മാരായ ആലിമീങ്ങളെ കൂട്ടിയിട്ട് ആ സംഘടനക്ക് രൂപീകരണം കൊടുക്കുമ്പോ കാലം കണ്ട മഹാൻ, കറാമത്ത് കൊണ്ട് കശ്ഫ് കൊണ്ട് അറിയപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ വറക്കൽ മുല്ലക്കോയ തങ്ങളവറുകൾ അന്നൊരു നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചോതുവായിരുന്നു. ഒരുപാട് കാര്യം പറഞ്ഞിട്ട് സമസ്തക്ക് വേണ്ടി, സമസ്തന്റെ ഖാദിമീങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ പോലെയുള്ള മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി, സഹകരിക്കുന്ന നിങ്ങളെ പോലെയുള്ള ഉമ്മപങ്ങന്മാർക്ക് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഹിദായത്തിന്റെ വർധനവിന് വേണ്ടി മഹാനായ മുല്ലക്കോയ തങ്ങളെന്ന് ദുആരക്കുമ്പോ ആ ദുആരുന്ന ദുആയുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ദുആയായി മഹാന്മാരായ ആലിമീങ്ങൾ പറഞ്ഞത് കേൾക്കാലോ. മഹാനായ മുല്ലക്കോയ തങ്ങൾ ദുആരക്കുകയാണ്, പടച്ച റബ്ബേ, ഈ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ നേതൃത്വം അത് മഹദി ഇമാമിനെ ആക്കണേ. ഈ പതാകവാഹകൻ അവസാനത്തെ ആളായിട്ട് മഹദി ഇമാമിനെ എത്തിക്കണേ. ഇതിന്റെ നേതൃത്വ സ്ഥാനം, അതല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം മഹാനരായ മഹദി ഇമാം തങ്ങളെ കയ്യിലേക്ക് നീ എത്തിക്കണേ അല്ലോ എന്ന് മുല്ലക്കോയ തങ്ങളെന്ന ഖുതുബുസ്സമാൻ ദുആരന്നിട്ടുണ്ടെങ്കിൽ സംശയമേ ഇല്ല, ഇതിന്റെ അവസാനത്തെ നേതൃത്വം ഇന്ന് മഹാനരായ സയ്യിദുൽ ഉലമ തങ്ങളവറുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തിന്റെ, ഈ ഇലാഹി പ്രസ്ഥാനത്തിന്റെ, ബഹുമാനപ്പെട്ട ഈ സമസ്തയുടെ അവസാനത്തെ നേതൃത്വം, ഈ പതാകയെ പിന്നീട് കയ്യിൽ ഏന്തുന്നവർ, ഈ ഉമ്മത്തിന് പിന്നീട് സമസ്തയിലൂടെ നേതൃത്വം നൽകുന്നവർ, അത് മഹാന്മാർ പറഞ്ഞതുപോലെ മഹാനരായ മുല്ലക്കോയ തങ്ങൾ ദുആരുന്നതുപോലെ അത് മഹദി ഇമാമാണ്, സംശയമില്ല. കാരണം ബഹുമാനപ്പെട്ട സമസ്തക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, സമസ്തക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, സമസ്തക്ക് തിരിഞ്ഞു മറിഞ്ഞു നോക്കാനേ ഇല്ല. സമസ്തയുടെ ലക്ഷ്യം തന്നെ ദീനിന്റെ നിലനിൽപ്പാണ്, പരിശുദ്ധമായ ഈമാനിന്റെ നിലനിൽപ്പാണ്, ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവല് നിൽക്കലാണ്. ഇത് മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം.